അങ്ങനെ നമ്മുടെ ശ്രുതി അടുക്കളയിൽ ഓരോന്ന് നുറുക്കുകയാണ്, പച്ചക്കറിയൊക്കെ നുറുക്കണ സമയത്ത് ചന്ദ്ര വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര ചോദിക്കണേ എന്താടി നീ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ABC ജ്യൂസ് ഉണ്ടാക്കുകയാണ് അമ്മ, എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്, തടി കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നീ ഇപ്പോൾ ABC ജ്യൂസ് ഉണ്ടാക്കി കുടിക്കേണ്ട, ഇവിടെ എന്താ എല്ലാവരും കഴിക്കണം, ആ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ നമ്മുടെ ശ്രുതിയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവി പുറത്ത് നിന്നിട്ട് കേൾക്കുന്നുണ്ട്. രവി ചന്ദ്രയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ദേഷ്യപ്പെടണ്ട, നാളെ അമ്മ വരുന്നുണ്ട്, അമ്മ വന്നത് നീ ശ്രുതിയോട് ഇങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ വിചാരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്, പിന്നെയുള്ള സത്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും, അമ്മ അത് വലിയ പ്രശ്നമാക്കും, അതുകൊണ്ട് ഇപ്പോൾ നീ മുണ്ടാതെ ശ്രുതിയോട് നയത്ത് പെരുമാറിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രവി ചന്ദ്രയോട്. ചന്ദ്ര ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ അച്ഛമ്മ എത്തുന്നുണ്ട്. അച്ഛമ്മ ഈ പ്രാവശ്യം എത്തുമ്പോൾ എല്ലാവരെക്കാട്ടിലും സന്തോഷം നമ്മുടെ ശ്രുതിക്കാണ്. കാരണം അവൾ രക്ഷപ്പെട്ടുള്ള ചന്ദ്രൻ്റെ ഇരുന്ന് അത് വിചാരിച്ചിട്ട് എന്തായാലും അവൾ വേഗം അച്ഛമ്മ അടുത്തൊക്കെ പോയിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് ചന്ദ്രയെ നീ ഇവിടെ സ്നേഹിക്കണപ്പോൾ എല്ലാ മരുമക്കളെയും സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട, ഈ ഭാഗ്യം പാർലറെടുത്ത് തന്നെ എടുത്തോട്ടെ, എൻ്റെ രേവതിക്ക് ഈ ഭാഗ്യം വേണ്ട, അവൾക്കിപ്പോൾ അവൾ ഉള്ള ഭാഗ്യത്തിൽ അവൾ സന്തോഷമാണ്, അതുകൊണ്ട് അത് മതി അവൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രേവതി സച്ചിയും കൂടി നമ്മുടെ ചന്ദ്രയ്ക്ക് വിഷുക്കോടി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞിട്ട് എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയെ കാണില്ല. അപ്പോൾ ശ്രുതിയെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും ഉള്ളിൽ പോയിട്ട് ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ ഏതായാലും കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ, എങ്കിൽ തന്നെ തന്നേക്കെന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാവുണ്ട്, കാരണം അവളുടെ അമ്മായിമ്മ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി നേരെ ചെന്നിട്ട് നമ്മുടെ രവിക്ക് ഓണക്കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീ എന്നെ മറന്നില്ല അല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സന്തോഷമായി എന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങനെ പറയില്ല, എൻ്റെ ഓരോ ശ്വാസത്തിലും അച്ഛനുണ്ട്, എനിക്ക് അച്ഛനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം, എനിക്ക് ഒരിക്കലും അച്ഛനെ വിട്ട് കളയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി രേവതിയും കരയുന്നുണ്ട് വല്ലാതെ സന്തോഷം കൊണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.